ഏറ്റവും സ്നേഹമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഇത്ര അതിക്രമിച്ചതുകൊണ്ട് ബോബി സാറ് പറഞ്ഞായിരുന്നു സമയം നോക്കി സാർ പറയണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ സമയം നോക്കിക്കൊള്ളാം. നമുക്കറിയാം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ ഒരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയിലുള്ള ക്ലാസ് അല്ല ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, എന്തിനാ ജനിച്ചത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ ചോദ്യം ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോഴൊക്കെ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട്, മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്ന് പറയാറുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ചില യുവാക്കളും യുവതികളുമൊക്കെ ഞാനുമായി സംവദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ജീവിക്കാൻ വേണ്ടിയാണ് ജനിച്ചത് എന്ന്. നമുക്കറിയാം, ഇപ്പോഴത്തെ യുവജന ലോകത്തെ സംബന്ധിച്ച് അവർ നന്നായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. എങ്ങനെ ജീവിക്കുന്നുണ്ട്? ഭൂരിഭാഗം പേരും മൊബൈലിലൂടെയാണ് കൂടുതലും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്, എങ്ങനെ ജീവിക്കണം. അപ്പോൾ ചിലർ പറയാറുണ്ട്, സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത്. ശരിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആദ്യത്തെ മോട്ടിവേഷൻ, ലക്ഷ്യം, നമ്മുടെ ഉന്നം സന്തോഷത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ചിരി വഴി, ഒരു കയ്യടി വഴി, ഹായ് പറയുന്ന വഴി, അല്ലെ നമ്മൾ നല്ലൊരു പൂ കാണുന്നത് വഴി, അല്ലെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് വഴി, ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ ഓരോരുത്തരെ കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സന്തോഷം മുഖത്ത് ഉദിച്ചു. കാരണം നമ്മളെ പോലെ നമ്മളെ സഹജീവികളായ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച വിശിഷ്ടാതിഥികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി, നിങ്ങളെല്ലാവരെയും കണ്ടിട്ട് നല്ല സന്തോഷവാന്മാരാണ് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങൾ ക്ലാസ്മേറ്റുകളാണ്, CMS കോളേജിലെ ജോണി കണ്ടാരപ്പള്ളി ഫൗണ്ടേഷൻ്റെ ആള്. ജോണി എപ്പം വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ വന്നു. എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് വന്നപ്പോഴേ പിടികിട്ടി, നമ്മളെക്കാൾ മെന്റൽ പവറുള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ 100 മാർക്കിൽ നിന്നും 100 മാർക്ക് തന്നെ ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചവരാണ്. നിങ്ങൾ ജീവിതത്തിലെ തകർച്ചകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കരുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആത്മീയ ചിന്തകൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി, ദൈവം ഓരോരുത്തർക്കും തകർച്ചകൾ നൽകുന്നില്ല, ജീവിതത്തിലെ തകർച്ചകളെ ഉയർത്തുന്നവനാണ് ദൈവമെന്ന്. ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ 10 മടങ്ങ് അമാനുഷിക ശക്തി അത് സ്വീകരിക്കുവാനും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമ്മുടെ കോശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ആ ചിന്തകൻ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആരെപ്പറ്റി നിങ്ങളോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു സൂപ്പർ രഞ്ജിത്തിനെ പറ്റിയാണ്. ഞാൻ വെച്ചുച്ചിറ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അയൽവക്കത്ത് തൊട്ടടുത്തുള്ള ബിജു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, മോൻ ഇരിപ്പുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും പരിചയമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. അപ്പൊ ഈ സൂപ്പർ രഞ്ജിത്ത് വർഷങ്ങളായിട്ട് ഒരു രോഗത്തെ, നട്ടെല്ല് സംബന്ധ സ്പൈനൽ ഇൻഷുറി ഡിസീസിനെ വെല്ലുവിളിയെ സ്വീകരിച്ചു കഴിയുന്ന 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അധ്യാപകരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ട്യൂഷൻ എടുത്താണ് പ്രാഥമിക കാര്യങ്ങളും ഒക്കെ പഠിച്ചത്. എന്നിട്ട് ഈ
രഞ്ജിത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, കൈ മാത്രമേ ചലിക്കത്തുള്ളൂ, കാല് മുഴുവൻ ചലനശക്തി നഷ്ടപ്പെട്ടു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമെന്ന് രഞ്ജിത്ത് ചിന്തിച്ചു. ചെറിയ റേഡിയോയും മൊബൈലും അതുപോലെ അയച്ചു നോക്കി. അങ്ങനെ വീഡിയോ ക്ലിപ്പിലൂടെയൊക്കെ അങ്ങനെ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് അയലൊക്കത്തുള്ള കേടായ വസ്തുക്കൾ നന്നാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരൻ വരികയുണ്ടായി. അങ്ങനെ അതിൽ പിടിച്ചു കയറിക്കൊണ്ട് ആ സ്വന്തമായിട്ട് മുറിയില് ഫാൻ പോലും ഈ ഇലക്ട്രോണിക്സിന്റെ ഇതിലൂടെ പ്രവർത്തിപ്പിക്കുവാനും, അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യകളിലൂടെ അദ്ദേഹം IT രംഗത്ത് നല്ല ഒരു അറിവ് ഈ അവസ്ഥയിൽ നേടിക്കൊണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രദേശത്തെ ഒരു ചാനലുകാരനായിട്ട് മാറിയേക്കുവാണ്. അദ്ദേഹത്തിന് ഒരു വാഹനം കൊണ്ട്, വാഹനം ഓടിക്കാനായിട്ട് ഓടിച്ച് പല സ്ഥലങ്ങളിൽ പോയി വീഡിയോയൊക്കെ എടുത്ത് അത് വീഡിയോ പ്രദർശിപ്പിക്കുന്ന നല്ലൊരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫറായിട്ട് ഈ രഞ്ജിത്ത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് രഞ്ജിത്തിനെ അവിടെ സൂപ്പർ രഞ്ജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. രഞ്ജിത്ത് നാണയ ശേഖരങ്ങളുണ്ട്. അതുപോലെ രഞ്ജിത്തിനോട് ഏത് കാര്യങ്ങൾ ഇലക്ട്രോണിക് സംബന്ധിച്ചുള്ള നമ്മളൊരു പെൻഡ്രൈവ് കൊടുത്താൽ, അതുപോലെ നമ്മളൊരു CD റൈറ്റർ കൊടുത്താൽ, അല്ലെ മറ്റ് ഇലക്ട്രോണിക് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ സ്വന്തം വീട്ടിലിരുന്ന് ഡെവലപ്പ് ചെയ്യുന്ന രഞ്ജിത്താണ്. ഈ രഞ്ജിത്തിന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഈ രഞ്ജിത്തിനുണ്ടായിരുന്നു. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഒപ്പം തന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നുള്ള നല്ലവരായ ആൾക്കാരുടെ സപ്പോർട്ടും. ഇത് രണ്ടും കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മെന്റൽ സപ്പോർട്ടിന്റെ പവർ 10 മടങ്ങായി മാറിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ രഞ്ജിത്തിനെ പറ്റി പറയുവാൻ കാരണം, നമ്മളെ സ്നേഹിക്കുന്ന ഇവിടെ ഒരു പറ്റം ആൾക്കാർ സിപ്പയിലൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരും നിങ്ങളോട് പറയുണ്ടായി. നിശ്ചയമായിട്ടും ദൈവം അവരിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ പ്രത്യേകമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് സഹായിക്കുവാൻ വേണ്ടി, ദൈവത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ രംഗത്ത് ഒരേപോലെ നമുക്ക് ഒരു സുസ്ഥിരത കൈവരിച്ചെങ്കിലാണ് നമ്മുടെ ജീവിതത്തിലെ കുറേയും കൂടെ ആഴത്തിലുള്ള ഒരു വേര് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഞാനിവിടെ വന്നപ്പം 2 സഹോദരങ്ങളുമായിട്ട് സംസാരിച്ചു. ഒന്ന് ജോണി എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. രണ്ടാമത് സുരേഷ് എന്ന് പറഞ്ഞ സഹോദരനുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ച 2 ചോദ്യമാണ്. ഞാൻ പറഞ്ഞ ഇപ്രകാരമാണ്: സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണല്ലോ. ഈ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നിങ്ങളുടെ ഈ അവസ്ഥയിൽ, ഈ ഇപ്പോഴത്തെ നമ്മളെ ഈ സ്പൈൻ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അതിൽ ഒരു സഹോദരന്, 2 സഹോദരങ്ങളും പറഞ്ഞു. 2 പേരും ഇപ്രകാരമാണ് പറഞ്ഞത്. സുരേഷ് സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലിയുണ്ട്. ഭാര്യ ചെറിയ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ മറ്റു കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കുന്നത് മുഴുവൻ. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു തന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ ചുമ്മാ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. ചുമ്മാ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലെ കാര്യങ്ങൾ, നമുക്കറിയാം ഒരാളെ ഇപ്പം വീട്ടിൽ നിർത്തിയാൽ തന്നെ 1 മാസം കൊടുക്കണം 20,000 രൂപ കൊടുക്കണം. അപ്പം 1 മാസം 20,000 രൂപ സുരേഷ് ചേട്ടൻ ശമ്പളത്തിൽ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഈ വീൽ ചെയറിൽ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന ആ ജോലി ചെയ്യുന്നു. അതുപോലെ ജോണിച്ചേട്ടൻ പറഞ്ഞു, ജോണിച്ചേട്ടന് ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് കോവിഡ് വന്നതിന് ശേഷം അനിച്ചിരി തട്ടുകേട് പറ്റിയത് കൊണ്ട് അങ്ങനെ തുറന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങളുടെ സാമ്പത്തികമായ ഒരു സുസ്ഥിരതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ശക്തി
ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോ പ്രവൃത്തി വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രവൃത്തിയാണ് നമ്മുടെ മെന്റൽ പവർ എന്ന് പറയുന്നത്. നമ്മൾ മാനസികമായിട്ട് ഇടിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ വ്യക്തമായ തെളിവാണ് നിങ്ങൾ ഇപ്പോഴും പ്രവർത്തന നിരതരാണ്. ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണെന്നാണ് ഈ തത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെയൊക്കെ അച്ഛന്മാരൊക്കെ പറയുന്നത് ദൈവം എപ്പോഴും പ്രവർത്തന നിരതരാണെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കള്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, രോഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നിങ്ങളുടെ നട്ടലിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ജീവിതത്തിലെ കയ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭാര്യയോടൊത്ത്, നിങ്ങളുടെ മക്കളോടൊത്ത് നിങ്ങൾ ശക്തമായി മുന്നേറുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും സ്വർഗരാജ്യത്തിലെ എത്തലുമല്ല. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്ക് വേണ്ടി ബോബി സാറിനോട് വ്യക്തിപരമായിട്ട് പറയാണ്, എല്ലാ ജില്ലകളിലുള്ളവർക്ക് വേണ്ടിയും ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്. തീർച്ചയായിട്ടും നമുക്ക് മെന്റൽ സപ്പോർട്ടോടുകൂടി, ശക്തിയോടുകൂടി മുന്നേറി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ജീവിതം കയ്യിലെടുത്ത് സന്തോഷത്തോടെ അത് തീർക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ എന്നെ ഇങ്ങ് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് ജോണി ആണ് എന്നെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ കിഡ്നി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഒന്നിച്ചുകൂട്ടി ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ രൂപ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട്, നമുക്കറിയാം ഒരു ഡയാലിസിസിനൊക്കെ എത്ര രൂപയാകുന്നെന്ന്. എല്ലാ ഡയാലിസിസുകളും ഏതാണ്ട് 10-30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയിൽ അദ്ദേഹം കണ്ടാരപ്പള്ളി ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ആ രീതി ചെയ്യുന്നു. മറ്റു പ്രവർത്തനം അദ്ദേഹം വഴിയാണ് ബോബി സാറ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയണോ ആഗ്രഹമുണ്ട്. എൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങും എല്ലാം ഉണ്ട്. പക്ഷെ അതിനുള്ള അവസരങ്ങളൊന്നും നമുക്കില്ല. നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ദീർഘനേരം കാണാം. ഓക്കെ.